Hi friends, welcome to Sreeja's Wonderland. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി പാളയംതുടം പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് നന്നായി ഉടച്ചെടുക്കാവുന്നതാണ്. നന്നായി ഉടച്ചെടുത്ത പഴത്തിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കാൽ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് മാവിന് പകരം മൈദ മാവ് ചേർത്ത് കൊടുത്താലും മതിയാകും. കട്ടകളൊന്നുമില്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഈ മിക്സിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് തയ്യാറാക്കിയതിന് ശേഷം ഈ പലഹാരം റെഡിയാക്കി എടുക്കാം. അതിനായി വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് ഈ മിക്സ് ചേർത്ത് മടക്കിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഏത് ഷേപ്പിൽ വേണോ മടക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ രീതിയിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. ഈ പലഹാരം റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്.